അമ്മോയ് എന്തേ? എന്താ പരിപാടി? എന്ത് പരിപാടി? തുണി കിടക്കണു. ഇന്നേ കൂട്ടാൻ വെക്കാൻ ഒരു മൂടില്ല. എന്തേ? അമ്മയ്ക്ക് ഞാനിന്നേ ചോറിന് കൂട്ടാനില്ലാണ്ട് ഒരു സംഭവം തട്ടിക്കൂട്ടി തരട്ടെ. എന്തേലും ഉണ്ടാക്കി വിശക്കണേ, എന്തേലും തിന്നണം. ഇപ്പൊ റെഡിയാക്കി തരാട്ടാ. വേഗം തുണി മടക്കിയിട്ട് വാ. നമ്മളെ വീട്ടമ്മമാർക്ക് പാചകം ചെയ്യാൻ മടിയുള്ള ദിവസം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇട്ടത്. അതിനത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് ഒരു തുള്ളി തക്കാളി വേവാനായിട്ട് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അതൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കുക. തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചാണ് ഇട്ട് കൊടുത്തേക്കണത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കൊത്തിപ്പൊരിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ. ഞാനിപ്പോ ഇവിടെ ഫ്രൈഡ് റൈസിന്റെ അരിയാണ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വെള്ളരിയോ മട്ടരിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ഇവിടെ ഫ്രൈഡ് റൈസിന്റെ അരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത്. അതും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. കറികളൊക്കെ വെക്കാൻ മടിയുള്ള ദിവസം ദേ ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വിശപ്പും മാറും. സംഭവം നല്ല ടേസ്റ്റും ആണ്. നമുക്ക് എളുപ്പമാണ്. നമ്മുടെ പണിയും വേഗം കഴിയും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാണ്. ഇതാണോ ഇന്നത്തെ ചോറ്? കറിയില്ലാത്ത ചോറ്? കറിയില്ലെങ്കിലും നന്നായിട്ടുണ്ട്.